ഹലോ, അസ്സലാമലൈക്കും. ഇന്നേ ഒരടിപൊളി കൊച്ചിക്കോയ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മളെ താമരശ്ശേരി കൊടുവള്ളി ഭാഗങ്ങളിൽ അതിൻ്റെ ഉൾപ്രദേശങ്ങളിലും മാത്രം കാണുന്ന കൊച്ചിക്കോയ വാപ്പി സ്പെഷ്യലാണ്. വാപ്പി എന്നാണ് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങുകയാണ്. വാപ്പി ഇവിടെ എടുത്ത പഴം പൂവമ്പഴം എടുത്തിട്ടുണ്ട്, ഞാലിപ്പൂവമ്പഴം എടുത്തിട്ടുണ്ട്. ഇത് തോല് ഒളിച്ചിട്ട് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് വെക്കുകയാണേ. ഇതാ പൂവമ്പഴം കംപ്ലീറ്റ് ഇട്ട് ഇനി കുറച്ച് ഞാലിപ്പൂവമ്പഴം കൂടി ഇടുകയാണേ. ഇപ്പോൾ 2 പഴം കൂടി ആകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഇനി ഇതാ നമ്മൾ ഈ പഴത്തിലേക്ക് കുറച്ച് ചെറുനാരങ്ങ, ഒരു അരമുറി ചെറുനാരങ്ങയും കൂടി ചേർക്കുകയാണേ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കും. അപ്പം പഴത്തിൻ്റെ കളറ് മാറി പോവാതിരിക്കാനാണ് നമ്മൾ ചെറുനാരങ്ങ ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതാ 1 കപ്പ് പഞ്ചസാര നമ്മളിതിലെ മധുരത്തിന് വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. ബാപ്പി ഒരു 15 ചുള ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ യസൂൻ്റെ കയ്യിലുണ്ട് ഒരു അരക്കഷ്ണം നമ്മൾ ശർക്കര, അതും ചെറുതായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതും ഈ ചെറിയുള്ളിയൂടി ഒന്ന് നമുക്ക് കൈ വെച്ചിട്ട് ഇട്ടിട്ട് കണ്ടോ, ചെറിയുള്ളിയിലേക്ക് ശർക്കരയോട് ചേർത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ. കണ്ടില്ലേ, ഇതാ ശർക്കരയും ചെറിയുള്ളി നന്നായി യോജിപ്പിച്ച് ഇനി നമ്മൾ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണേ. പഴത്തിൻ്റെ കൂട്ടിലേക്ക് അതും ചേർത്ത് ഇനി ഇതാ ഒരു കടയോലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം ചേർത്തെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉടച്ചെടുക്കും. പഴവും ചെറിയുള്ളി ചെറുനാരങ്ങ എല്ലാം ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടച്ചൊടിച്ച് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണേ. ഇതാ നമ്മളെ പഴമൊക്കെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി 1/4 ടീസ്പൂൺ ഉപ്പല്ലേ, 1/2 ടീസ്പൂണും ഇല്ല, ഒരു നമ്മൾ ആ പായസത്തിലൊക്കെ ചേർക്കും പോലെ ഒരു ഇത്തിരി ഉപ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതാ ഉപ്പ് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഉപ്പ് നന്നായിട്ട് യോജിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നമ്മളിതാ ഒരു 1/2 ഇഞ്ച് ഇഞ്ചി എടുത്ത് ചതക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണേ. ഇതാ ആ വെള്ളം ഇഞ്ചി മാറ്റിയിട്ട് ആ വെള്ളം മാത്രം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഇഞ്ചി ചതച്ചത് അപ്പം ഇതാ കൈ കൊണ്ട് ഇഞ്ചിയൊക്കെ മാറ്റിയിട്ട് ആ വെള്ളം മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് ഉപ്പും ഇഞ്ചും നമ്മളെ പഴവും നേരത്തെ ചേർത്ത ചെറിയുള്ളി എല്ലാം കൂടി ഒന്നുകൂടി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം യോജിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് പശുമ്പാൽ ചേർത്ത് കൊടുക്കുകയാണേ. നമ്മളിവിടെ പശുമ്പാലും എടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ്, അതായത് ഒരു 200 ml പശുമ്പാലാണ് ചേർത്തത്. ബാക്കി ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. രണ്ടും കൂടി ഉണ്ടെങ്കിലാണ് ഇതിന് ടേസ്റ്റ് കിട്ടും. ചിലർ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ തന്നെ ചേർക്കും. ഇതാ ഒരു നല്ല വലിയ ബൗള്, ഒരു ഫുൾ തേങ്ങൻ്റെ പാലുണ്ട്. അതാ ഞാൻ പറഞ്ഞ തേങ്ങാപ്പാലാണ് കൂടുതൽ ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് യോജിപ്പിക്കുകയാണേ. ഇതാ നമ്മുടെ കൊച്ചിക്കോയ ഇവിടെ റെഡി ആട്ടോ. ഇതാ കണ്ടോ, ഈ ഒരു രൂപത്തിലാണ് വേണ്ടിയത്. അധികം പാലൊക്കെ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അധികം കട്ടിയോ അല്ല, നമുക്കിങ്ങനെ ഒഴിക്കാൻ, നമ്മളിത് അവിലിൻ്റെ കൂടെ ഒഴിക്കുക ചെയ്യാം. കണ്ടോ, നമ്മുടെ കൊച്ചിക്കോയ ഇവിടെ റെഡിയാണ്. കൂടെ അവിലുണ്ട്. ഇനി കഴിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇനി പാപ്പി ഇതെന്നാ എല്ലാവർക്കും കൊടുക്കി. ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കഴിക്കട്ടെ. എല്ലാവരും ഇത് തിന്നാൻ തുടങ്ങി, യസുവും വാപ്പിയും ഒക്കെ ആയിട്ട്. യസുവിന് ശരിക്കും ഇത് കൈ കൊണ്ട് തന്നെ തിന്നണം എന്നാ വാപ്പി പറയുന്നത്. യസു പറയുന്നത് സ്പൂൺ കൊണ്ടേ തിന്നുള്ളൂ. അമ്മനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ കൊച്ചിക്കോയ മീൻസ് ഞങ്ങൾ കൊടുവള്ളി താമരശ്ശേരി ഉൾപ്രദേശങ്ങളിൽ മാത്രം കിട്ടുന്ന അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല അപാര ടേസ്റ്റാണ്. അവിലും പഴവും പാലും ഒക്കെ ചേർത്ത് നമ്മൾ ഷാർജയും പലതും മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളുടെ സ്വന്തം കൊച്ചിക്കോയ ഒരു പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഉണ്ടാക്കും അല്ലേ അപ്പിയേ?